സംസ്ഥാനത്ത് വീണ്ടും മഴ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. തെക്കൻ കേരളത്തിൽ രാവിലെ മുതൽ തന്നെ മേഘാവൃതമായ അന്തരീക്ഷവും ചാറ്റൽ മഴയും ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ഇന്ന് പകൽ മുഴുവൻ മഴ ലഭിച്ചു. ഇപ്പോഴും വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ട്. ചക്രവാത ചുഴിയും ന്യൂനമർദ്ദ സാധ്യതയും തീവ്ര ന്യൂനമർദ്ദമായേക്കുമെന്നുമാണ് അറിയിപ്പ്. ഡീറ്റെയിലായി വിവരങ്ങൾ നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. തെക്കൻ ആൻഡമാൻ കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇത് ന്യൂനമർദ്ദമാകുമെന്നാണ് അറിയിപ്പ്. നവംബർ 23 ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുമെന്നും അറിയുന്നു. കേരളത്തിൽ ഇന്ന് വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു. വൈകിട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് അടുത്ത 3 മണിക്കൂറിൽ തെക്കൻ കേരളത്തിൽ വ്യാപകമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇന്ന് യെല്ലോ അലർട്ടുകൾ നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ്. തെക്കൻ കേരളത്തിൽ വ്യാപകമായി മഴ ലഭിച്ചിട്ടുമുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 20, 21 തീയതികളിൽ മത്സ്യബന്ധനത്തിന് പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും സജീവമാവും. നാളെയും മറ്റന്നാളോടുകൂടി ശക്തമായ മഴ സംസ്ഥാനത്ത് ലഭിക്കും.